തലസ്ഥാനത്ത് അടുത്ത ആഴ്ച ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളെ മുൻനിർത്തിയുള്ള പ്രതിഷേധങ്ങൾക്ക് കർശന വിലക്കെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് കോടതിയെ സമീപിക്കാം. കുട്ടികളെ വേദിയിലോ റോഡിലോ ഇറക്കി പ്രതിഷേധിച്ചാൽ കേസെടുക്കുമെന്നും വിദ്യാർത്ഥികളെ നിരീക്ഷിക്കാൻ വിജിലൻസിൻ്റെ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ശാലിനി തുടരുന്നുണ്ട്. ശാലിനി, നമ്മൾ കണ്ടതാണ് കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന വേദിക്ക് മുന്നിൽ കുട്ടികളുടെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു, അധ്യാപകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു, രക്ഷിതാക്കളുടെ വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നു. അത് കയ്യാങ്കളിയിലേക്ക് അടക്കം എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച തലസ്ഥാനത്ത് ആരംഭിക്കുന്ന സ്കൂൾ കലോത്സവത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും അനുവദിക്കില്ല എന്ന് തന്നെയല്ലേ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്? നിഖില, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള റവന്യൂ ജില്ലാ കലോത്സവങ്ങൾ, ഒപ്പം തന്നെ അടുത്തു കഴിഞ്ഞ സംസ്ഥാന കായികമേള, ഇതിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പ്രതിഷേധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ മത്സരത്തെ കാര്യമായി തന്നെ ബാധിക്കുന്ന പല ഘട്ടങ്ങളിലും എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ട് പ്രതിഷേധങ്ങൾ രക്ഷകർത്താക്കൾ അടക്കം നടത്തുന്ന സാഹചര്യങ്ങൾ, ഇതൊന്നും ഇത്തവണ സംസ്ഥാന കലോത്സവത്തിൽ വേണ്ട എന്നൊരു കർശന നിലപാടിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് കടന്നിട്ടുള്ളത്. പരാതികൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ പരാതികൾ കോടതിയിലേക്ക് മാത്രം പോയാൽ മതി, അല്ലാതെ മത്സരങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥികളെ ഇറക്കേണ്ട. അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഇറങ്ങുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ അവരെ ഇറക്കുന്ന ആരാണോ അവർക്കെതിരെ കർശനമായി കേസ് നടപടികൾ അടക്കം സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്.